വർദ്ധിച്ചുവരുന്ന വൈദ്യുതി ഉപയോഗത്തിന് പരിഹാരമായി ശ്രീകൃഷ്ണപുരം 33 kV സബ്സ്റ്റേഷനിൽ 5 MVA ശേഷിയുള്ള മൂന്നാമത് ട്രാൻസ്ഫോമർ പ്രവർത്തന സജ്ജമായി. ഏകദേശം 1,03,00,000 രൂപ ചിലവഴിച്ചാണ് നിർമ്മാണ പ്രവർത്തനങ്ങളും അനുബന്ധ അറ്റകുറ്റപ്പണികളും പൂർത്തിയാക്കിയത്. ഷൊർണൂർ ട്രാൻസ്മിഷൻ ഡിവിഷന് കീഴിലുള്ള ഈ സബ്സ്റ്റേഷനിൽ നിലവിലെ വേനൽക്കാല ആവശ്യങ്ങളും ഭാവിയിലെ വർധനവും മുൻകൂട്ടി കണ്ടാണ് പുതിയ ട്രാൻസ്ഫോമർ സ്ഥാപിച്ചത്. പുതിയ ട്രാൻസ്ഫോമറിന്റെ പ്രവർത്തനോദ്ഘാടനം പാലക്കാട് ട്രാൻസ്മിഷൻ സർക്കിൾ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ രാജശ്രീ AR നിർവഹിച്ചു. ശ്രീകൃഷ്ണപുരം, കരിമ്പുഴ, വെള്ളിനേഴി പഞ്ചായത്തുകളിലെ ഉപഭോക്താക്കൾക്കും പൂക്കോട്ടുകാവ്, കടമ്പഴിപ്പുറം, തച്ചനാട്ടുകര, കുമരമ്പത്തൂർ പഞ്ചായത്തുകളിലെ ഭാഗിക പ്രദേശങ്ങളിലുള്ളവർക്കും ഇതിന്റെ പ്രയോജനം ലഭിക്കും. 2006 കമ്മീഷൻ ചെയ്ത ഈ സബ്സ്റ്റേഷനിൽ നിലവിൽ 2 ട്രാൻസ്ഫോമറുകളാണ് ഉണ്ടായിരുന്നത്. സബ്സ്റ്റേഷനിലേക്ക് നിലവിലുള്ള പറളി 33 kV ഫീഡറിന് പുറമെ ചെർപ്പുളശ്ശേരി 110 kV സബ്സ്റ്റേഷനിൽ നിന്നുള്ള പുതിയ 33 kV ഫീഡർ 2024 മെയ് മാസത്തിൽ ചാർജ് ചെയ്തിരുന്നു. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ അനുമതി കൂടി ലഭിക്കുന്നതോടെ ട്രാൻസ്ഫോമർ പൂർണ്ണ തോതിൽ കമ്മീഷൻ ചെയ്യുമെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ NV ശ്രീനാഥ് അറിയിച്ചു. ഉയർന്നു വരുന്ന ഗുണഭോക്താക്കളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ചും ഉയർന്നു വരുന്ന വേനൽക്കാലത്തെ ലോഡിനെ കോമ്പൻസേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് നമുക്ക് പുതുതായിട്ടൊരു 5 MVA ട്രാൻസ്ഫോമർ അതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് പൂർത്തീകരിച്ചിട്ടുണ്ട്. അത് ശ്രീകൃഷ്ണപുരം, കരിമ്പുഴ, വെള്ളിനേഴി എന്നീ പഞ്ചായത്തുകളിലെ കംപ്ലീറ്റ് ഉപഭോക്താക്കൾക്കും കൂടാതെ ഭാഗികമായിട്ട് കടമ്പഴിപ്പുറം, പൂക്കോട്ടുകാവ്, കുമരമ്പത്തൂര്, തച്ചനാട്ടുകര എന്നീ പഞ്ചായത്തുകളിലെ ഏകദേശം കുറച്ച് ഗുണഭോക്താക്കൾക്കും ഈ ഒരു 5 MVA പുതിയ ട്രാൻസ്ഫോമർ വെച്ചതുകൊണ്ട് ഇതിൻ്റേതായിട്ടുള്ള പ്രയോജനം ലഭിക്കുന്നതാണ്. ഇത് ഏകദേശം എത്ര രൂപയുടെ ചെലവാണ് KCBക്ക് വന്നിട്ടുള്ളത്? 1,03,00,000 രൂപ വകയിരുത്തിയിട്ടാണ് നമ്മൾ ഈ പ്രവൃത്തികൾ ചെയ്തിട്ടുള്ളത്. ചടങ്ങിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ T രാധാകൃഷ്ണൻ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ K സോമൻ, സബ് എഞ്ചിനീയർ TS സത്യകുമാർ തുടങ്ങിയവരും സബ്സ്റ്റേഷൻ ജീവനക്കാരും പങ്കെടുത്തു. CCN കടമ്പഴിപ്പുറം.